സ്വകാര്യ സർവകലാശാല ബില്ലിൽ ഭരണപക്ഷത്ത് നിന്ന് തന്നെ വിമർശനങ്ങൾ വന്നതോടെ വിശദീകരണവുമായി സർക്കാർ. സ്വകാര്യ സർവകലാശാലയിൽ സർക്കാർ നിയന്ത്രണം ഉണ്ടാകുമെന്ന് മന്ത്രി ആർ ബിന്ദു. വൈകി വന്ന വിവേകമെങ്കിലും സന്തോഷമെന്ന മുൻ IFS ഉദ്യോഗസ്ഥൻ TP ശ്രീനിവാസൻ പ്രതികരിച്ചു. സ്വകാര്യ സർവകലാശാല ബില്ലിൽ വിമർശനങ്ങൾ ഉയരുമ്പോഴാണ് ന്യായവാദവുമായി സർക്കാർ രംഗത്തെത്തുന്നത്. കാലം ആവശ്യപ്പെടുന്ന മാറ്റമാണ് നയത്തിലൂടെ സർക്കാർ അവതരിപ്പിക്കുന്നതെന്നും വിഷയത്തിൽ സർക്കാരിന്റെ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കൈക്കൊണ്ട ഒരു നയത്തിന്, അതിൻ്റെ നിലപാടുകൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ അതിനനുസൃതമായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതായ ഉത്തരവാദിത്വവും നമുക്കുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ മൂർത്ത സാഹചര്യങ്ങൾക്കനുസരിച്ച് മൂർത്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്. ആദ്യം എതിർപ്പറിയിച്ച CPIയുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള കരട് ബില്ലാണ് പ്രത്യേക ക്യാബിനറ്റ് യോഗത്തിൽ പാസാക്കിയത്. വൈകിയെങ്കിലും തീരുമാനത്തിൽ സന്തോഷമെന്ന് മുൻ IFS ഉദ്യോഗസ്ഥൻ TP ശ്രീനിവാസൻ. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഇത്രയും നാൾ നമ്മൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതിലുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. ഈ 20 വർഷം കൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം മുഴുവനായിട്ട് മാറിയിരിക്കുകയാണ്. അന്ന് ഞങ്ങളിത് പ്രപ്പോസ് ചെയ്ത സമയത്ത് കുട്ടികൾക്ക് സീറ്റുകൾ കിട്ടുന്നിരുന്നില്ല കോളേജിൽ. അപ്പോൾ പുതിയ സർവകലാശാലകൾ ആ സമയത്ത് വന്നിരുന്നെങ്കിൽ ഒന്നാമത് മറ്റുള്ളവർക്ക് താല്പര്യം കാണും, കാരണം ഒരു മാർക്കറ്റ് ഉണ്ടല്ലോ എന്നറിയാം. പക്ഷേ ആ മാർക്കറ്റ് മുഴുവനായിട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞ 20 കൊല്ലം കൊണ്ട്. ഇപ്പോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കുട്ടികളില്ല. തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി AASF രംഗത്തെത്തിയെങ്കിലും ആദ്യഘട്ടം മുതൽ വിഷയത്തെ നഖശികാന്തം എതിർക്കുന്ന SFIക്ക് മിണ്ടാട്ടമില്ല. ഫെബ്രുവരി 13 നിയമസഭയിൽ ബില്ല് അവതരിപ്പിക്കുമ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.